and we don't have a learning or a teaching training process is not there. So without that experience, we the engineers are teaching. So some of the aspect what the Pradeep sir was telling, we cannot, as in my mind. അധ്യാപകർക്ക് പഠിപ്പിക്കാൻ എളുപ്പമായി, പക്ഷെ അധ്യാപകരെ പഠിപ്പിക്കുക എന്നുള്ളത് അത്ര വിജയകരമായിട്ടുള്ളൊരു ടാസ്കല്ല. പക്ഷെ അത് ഇന്നലെ നമ്മളിവിടെ വന്നപ്പോൾ കാട്ടിലൂടെയുള്ള യാത്രയിലൊക്കെ ഇതാണോ ഇത്രയേ ഉള്ളൂ എന്നുള്ള കമൻസുകളൊക്കെ പല ഭാഗത്തും വന്നിട്ടുണ്ട്. പക്ഷേ ഈ ടീം വെയിറ്റ് ചെയ്യായിരുന്നു. ഇവർ ഫീൽ ചെയ്തൊരു സംഭവമാണ് ലേണിംഗ് ബൈ ഡൂയിങ് എന്താണെന്ന്. എഡ്യൂക്കേഷനിലെ വളരെ അറിയപ്പെട്ടയും മുൻകാലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രോസസ്സാണ് ലേണിംഗ് ബൈ ഡൂയിങ്. ഇത് ഫീൽ ചെയ്ത ടീമായതുകൊണ്ട് അവർ വളരെ നിശബ്ദതയോടുകൂടി നമ്മുടെ കമൻസ് എല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് പറയാനുള്ളത് എന്താണെന്നുള്ളത് ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയാം. അപ്പോൾ ഒരു ഫാക്കൽറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നുള്ളത് UGC സ്കീമിലെല്ലാം തന്നെ ഒരിക്കലും ഒരു ഇതേപോലത്തെ പ്രോഗ്രാമായിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടില്ല. ഫാക്കൽറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഫാക്കൽറ്റി ഡെവലപ്പ് ചെയ്യുക അക്കാഡമിക് അന്തരീക്ഷത്തിലാണ് ചെയ്യാറ്. പക്ഷെ ഇതിൽ നമുക്കവിടെ ഒരു സെമിനാർ ആളൊരു AC റൂമിൽ പോയിരുന്ന് കിട്ടുന്നതിനേക്കാൾ ഒരുപാട് എനർജി കിട്ടുന്നുണ്ട്, നല്ല ഗ്രൂപ്പ് ഡൈനാമിക്സ് ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് ഏറ്റവും വലിയ എന്താ പറയുക, നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളറിയാതെ നമ്മളുടെയൊക്കെ ചെറുതായിട്ടുള്ള ഒരു രൂപത്തിൽ ഈഗോ ഉണ്ടാകും. ആ ഈഗോയോട് യു ഗോ എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഭാവിയിൽ നമ്മൾ വീണ്ടും ഒരുമിച്ച് ജോലി ചെയ്യേണ്ടവരാണ്. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, ആ ഒരു മൈൻഡ്, വളരെ കളർഫുൾ ആയിട്ടുള്ള മൈൻഡ്, ഈഗോ ഇല്ലാത്ത ഒരു മൈൻഡ് സെറ്റ് ചെയ്യണം. ഇങ്ങനൊരു സാഹചര്യം മാനേജ്മെൻറ്റ് സ്പോൺസർ ചെയ്തു, വളരെയധികം സന്തോഷം. അതിന് ഉപരിയായിട്ട് സ്പോൺസർ ചെയ്യാൻ പൈസ മാത്രം മതി. നമ്മളെടുത്ത് ഒരു പക്ഷേ ആ പൈസയൊക്കെ ഉണ്ടാവാം. പക്ഷേ ഈ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിൽ നിന്ന് കിട്ടി. നിങ്ങൾ ഓരോരുത്തരെയും മിസ്റ്റർ രവി, ലാൽ, രവിരാജ്, പ്രീതം മേനോൻ, ജോസേട്ടൻ, എന്തായി എനർജി അല്ലേ, അതേപോലെ പ്രദീപ് സാർ, 4 പേർക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഹൃദയം നിറഞ്ഞ ആശംസകളും അഭിവാദ്യങ്ങളും. Today is like that's really awesome. Wonderful ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറ്റില്ല, നമ്മൾ ഇങ്ങനെയാണ് ഗൈഡ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ പറയുന്ന ഓരോ വേർഡ്സ് വെച്ചിട്ട് കുട്ടികൾ ഫ്രണ്ട് പോകുന്നത്. അതുപോലെ ആയിരിക്കണം നല്ലൊരു ഗൈഡ്. ശരിയാണ്, അതുപോലെ നമ്മൾ ഗൈഡ് ചെയ്ത് അവർ നന്നായിട്ട് പോകാൻ പറ്റും. കുറെ ലെസൺസ് നമുക്ക് കിട്ടി. ഇന്നത്തെ സാറ് 2 ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു. നമ്മളിപ്പോൾ കുറേ BEdന്റെ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച കുറേ കാര്യങ്ങൾ റീകോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള എന്ത് ചെയ്യുന്നു പൂച്ചപ്പാവലവും പട്ടിപ്പാവലവും അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡിങ്, നോളജ് ലെവൽ, ഇങ്ങനെ കുറേ ലെവലുകൾ പറഞ്ഞിട്ട് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ BEd കുറേ പഠിച്ചിട്ടുണ്ടെങ്കിൽ 10 വർഷം മുമ്പ് പഠിച്ചത് സാർ ആ ഒരു ചുരുങ്ങിയ വാക്കുകളിൽ അത് നമുക്ക് എന്ത് ചെയ്യുന്നു ഒരു റീകോളിംഗ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യുന്നു വരുന്ന ദിവസങ്ങളിൽ അത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പല ഒരു കുട്ടീനെ മാനേജ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള കുറേ സാറ് പറഞ്ഞതിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇന്നത്തെ ഞാനിങ്ങനെ കിടക്കുമ്പോഴും ഒരു കുട്ടീനെ നമ്മൾ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എപ്പോഴും ചെരിക്കായിരിക്കും. ചെരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പിടിക്കാൻ ഇവിടെ എന്ത് ചെയ്യുന്നു ഒരാൾ കാത്തിക്കുന്നുണ്ട് എന്നുള്ള, അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യും ചെരിക്കുന്നത്. ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറഞ്ഞത് അത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് തോന്നുന്നു ഇന്നലെ വൈകിട്ടത്തോടു കൂടി ഇന്നത്തെ വൈകിട്ടുള്ള ആ സെഷനൊക്കെ കുറെ ഗുണം ചെയ്തിട്ടുണ്ട്. ആ നമ്മുടെ തന്നെ ആറ്റിറ്റ്യൂഡിൽ മാറിയതാണ് ഇന്നത്തെ ഇതിൽ കുറെ ഭയങ്കരമായി ആ ഒരു അതിനോടൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് വന്നപ്പോൾ സംതിങ് വിൽ ഗെറ്റ് ഫ്രം യു. ഇന്ന് പിന്നെ രാവിലത്തെ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലായി സംതിങ് നമുക്ക് ജീവിതത്തിൽ ഇപ്പം അവരെന്നെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായി നിങ്ങളുടെ ലൈഫിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഫോട്ടോഗ്രാഫ്സ് ആയിട്ട് നമുക്ക് അവിടെ കിട്ടുന്ന പിന്നെ പരാമർശിക്കണ്ടായി. അപ്പൊ അതൊക്കെ ഫോട്ടോ കിട്ടുന്ന കാര്യമല്ല പറഞ്ഞത്. സംതിങ് നമുക്ക് ഒരു എക്സ്ട്രാ നമ്മളിതുവരെ അനുഭവിക്കാത്ത ഫീൽ ചെയ്യാത്തൊരു സംഗതി കിട്ടും എന്നൊരു ഫീല് നമുക്ക് ഇന്ന് മോർണിംഗിൽ ഉണ്ടായി. അപ്പൊ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതിനോട് വളരെ പോസിറ്റീവാണ്. അത് ഉണ്ടായിരുന്നു. ഇത് ഒരേ സമയം നമുക്ക് കുറെ കാര്യങ്ങൾ ഇതിൽ നിന്ന്
മനസ്സിലായി. അപ്പോൾ ഷംസു സാർ അവിടെ പിന്നെ തലകുത്തി കിടന്ന സമയത്തും പിന്നെ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് സംസാരം ഉണ്ടായിരുന്ന കോൺഫിഡൻസും അതാണ്. അത് നമുക്ക് തന്നെ വലിയൊരു ലെസൺ. അങ്ങനെ കുറെ ലെസൺ ഇതിന്ന് ഈ ഒരു ഔട്ട് ഓഫ് പിന്നെ ക്ലാസ്സും ഇത് വളരെ ഒരു കാര്യം തന്നെയാണ് ലേണിംഗ്. ആ ലേണിംഗിൽ നമുക്ക് ചിലപ്പോൾ ചെറിയ രീതിയിൽ നമ്മുടെ സ്റ്റുഡൻസിന് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ശ്രമമായിട്ട് നടത്താനുള്ള ഒരു പ്രചോദനം കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. Let it be electronics, let it be mathematics, let it be anything, but something we can teach the students from outside the classroom. Another concept. ഇതിന്റെ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് സെഷൻ ക്ലാസ്സുകൾ അടിപൊളിയായിരുന്നു, എക്സലന്റ് ആയിരുന്നു. ഫാദർ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഏത് തലത്തിൽ എതിർക്കാനുള്ള ഒരു കോൺഫിഡൻസ് വന്നു. Very good. This was wonderful actually. I've attended many sessions in fact, and to be with all these team members. The faculty members know when we conduct a tour, we actually give an exchange of ideas, and that will exist and persist forever. And similarly, the same thing will be there for the future too, from at least from this group. And let's hope for the best. And then about the positive things that the organizers have made. It's about marvelous. I think. I feel all the classes, all the programs, we have lessons to learn, and I hope all the faculties have learned it, and they will implement it, and they will bring up our students in a good manner. So for giving such a creative thinking to our faculty, I thank one and all the main coordinators